ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയോ? ഈ പെട്ടി ഇത്രയും സാധനങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ നാട്ടിൽ പോവാണ്. എൻ്റെ മുഖത്ത് ഇത്രയും കാലം ഇല്ലാത്ത സന്തോഷമായിരിക്കും ഇപ്പോൾ കാണുന്നുണ്ടാവുക. എന്നെക്കാ സന്തോഷമാണ് അതിന്. ലാസ്റ്റ് റൗണ്ട് ഓഫ് ചാർജ് അതിലിപ്പം ലോഗ് ഔട്ട് ചെയ്തു. ഞാൻ എന്നേ വർക്കിംഗ് അല്ലായിരുന്നു. നമ്മുടെ ചെടിയൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ ഫ്രണ്ട് അതൊക്കെ വെള്ളം ഒഴിക്കും. അതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ച് ഇനി നമ്മൾ പോവാണ് ഗൈസ്. ഐ മീൻ 9:45 ഫ്ലൈറ്റ്. 4:15 പക്ഷെ ഞങ്ങൾ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇപ്പോഴേ ഇറങ്ങുകയാണ്. ഞാൻ അതിലിനെ വീട്ടിൽ കൊണ്ടുപോവാണ് ഗൈസ്. അതിലിന്റെ കാലനവാസം കഴിഞ്ഞു തൽക്കാലത്തേക്ക്, 1 മാസത്തേക്ക്. അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തിയിട്ട് കാണാം അല്ലേ? എനിക്കിപ്പം സ്ട്രെസ് ആവാൻ തുടങ്ങി. എല്ലാം കൂട്ടിയോ മര്യാദയ്ക്കാണോ ഇറങ്ങിയേ, ഓടിച്ചാടി ഇറങ്ങിയോണ്ട് എനിക്കിപ്പം അങ്ങനത്തെ നമുക്ക് സ്ട്രെസ് എടുക്കാൻ എന്തെങ്കിലും കാരണം വേണമല്ലോ. ഇപ്പം ഞാൻ അതാലോചിച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം സമയം 6:30. നമ്മൾ എന്താ പറയുക, പെട്ടിയൊക്കെ കൊടുത്ത് സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്. 9:30 നമ്മുടെ ഫ്ലൈറ്റ്. അല്ല 9:30, അതായത് ഇനി 3 മണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കണം. അപ്പം നമ്മളൊരു മെഗ്ഡീപ്പ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ആംസ്റ്റർഡാമിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കാണ് എനിക്ക് തോന്നുന്നു ഞാൻ പോയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സെക്യൂരിറ്റി ചെക്ക്. കാരണം നമ്മളൊന്നും പുറത്തെടുത്ത് വെക്കണ്ട, അതേപോലെ പെട്ടി അതുപോലെ എടുത്ത് വെക്കുക. ഈ ലിക്വിഡ് പുറത്തെടുത്ത് വെക്കുക, ചാർജർ പുറത്തെടുത്ത് വെക്കുക, അങ്ങനത്തെ യാതൊരു പരിപാടിയില്ല. അതുകൊണ്ട് ഭയങ്കര സ്മൂത്തായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു. ഒരു 1/2 മണിക്കൂർ കൊണ്ട് മൊത്തം പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫ്ലൈറ്റ് നോക്കി ഇങ്ങനെ ഇരിക്കുക. ആദ്യമായിട്ട് അത് സംഭവിച്ചിരിക്കുകയാണ്. നമുക്ക് വിൻഡോ സീറ്റും കിട്ടി, എൻ്റെ അടുത്ത് കാൽ സീറ്റ്. അപ്പം ഞാൻ എൻ്റെ സാധനമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് ഇവിടെ ഭയങ്കര അടിപൊളി സെറ്റായിരിക്കുകയാണ്. ഓടി കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ആരെങ്കിലും ഓടി വന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാവും. അപ്പം നമ്മൾ പോവാണ് ഗൈസ്. ഗൈസ്, എല്ലാ എയർപോർട്ടുകളും മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ഓർമ്മയിൽ ലിക്വിഡൊക്കെ എടുത്ത് പുറത്ത് വെക്കണമായിരുന്നു. ഇപ്രാവശ്യം ഒന്നും വേണ്ടി വന്നില്ല, എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അതൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം പോയി കിട്ടുന്നു. കാരണം ഞങ്ങൾക്ക് 8 മണിക്കൂർ ലേ ഓവറുണ്ട്. 8 മണിക്കൂർ നമ്മൾ പോസ്റ്റാൻ പോവാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ ദോശ പറഞ്ഞിട്ടുണ്ട്. ദോശയും ആലു പറാട്ടയും പറഞ്ഞിട്ടുണ്ട്. അത് വരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമ്മളോട് വെയിറ്റ് ചെയ്യണം. അത് കഴിച്ച് പിന്നെ നമുക്ക് 7 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. How do you feel? വീണ്ടും എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നാളിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ കോഴിക്കോട് കണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മത്ത് പോയി ഫുഡ് കഴിക്കാനാണല്ലോ. അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് അവിടുത്തെ ബിരിയാണി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ചെന്ന് ബിരിയാണിയും മീനും ഒക്കെ ഓർഡർ ചെയ്തു. ഇതൊന്നും പറയാനില്ല, ഇതിനാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ഭക്ഷണം കഴിക്കാൻ സൂപ്പറാണ്. ഇവനാണ് നമ്മുടെ കഥാനായകൻ. എൻ്റെ പേരാണ് തുത്തുരു. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടാവുക തുത്തുരുവിനെയാണ്. ഇവനല്ല, ആക്ച്വലി ഇവളാണ്. പക്ഷെ നമ്മളിവനെ ഇവൻ എന്നാണ് വിളിക്കാറ്. ഈ വീഡിയോ ഓഗസ്റ്റിലാണ് വരുന്നതെങ്കിലും നമ്മൾ ആക്ച്വലി നാട്ടിൽ പോയത് മെയ്യിലാണ്. ആ സമയത്ത് എന്തിനാണ് നാട്ടിൽ പോയതെന്ന് ഞാൻ പിന്നീട് വ്ളോഗിൽ പറയാം കേട്ടോ. രാത്രിയിലത്തെ ഒരു റൗണ്ട് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കാണുമ്പോഴുള്ള സ്നേഹമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ എത്തിയത് രാത്രി ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും ഇറങ്ങി കാണാൻ പറ്റിയില്ലല്ലോ. നമ്മൾ ആദ്യം ചെയ്തത് രാവിലെ എണീറ്റ് പുറത്തു കൂടെ നടന്ന് വീടും പരിസരമൊക്കെ കാണുമായിരുന്നു. പണ്ട് നട്ട ചെറിയ മരങ്ങളൊക്കെ ഇപ്പോൾ വലിയ വലിയ മരമായി, അതിന് സപ്പോർട്ടയും കായും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു.
എൻ്റെ ഒരു ഫേവറേറ്റ് ഉപ്പേരി കേട്ടോ ഈ കായുപ്പേരി കൂമ്പുപ്പേരിയൊക്കെ. അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ നാട്ടിൽ ചെന്നിട്ട് എൻ്റെ ഏക ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉപ്പേരി വെച്ചേരണേ അമ്മ എന്നുള്ളതായിരുന്നു. നമ്മൾ പോയപ്പോൾ വന്ന മെയിൻ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുത്തിരി അതുലിൻ്റെ ആളായിരുന്നു അത്രയും കാലം. ഇപ്പം അവൻ ഞങ്ങളെയൊക്കെ വിട്ട് പച്ചൻ്റെ ആളായി. പച്ചനും അവനുമാണ് മെയിൻ കമ്പനി. അതിന് പച്ചൻ ഇതിലെ പോയാലും പുറകെ നടക്കുക, അച്ഛൻ്റെ കൂടെ നടക്കുക, അതൊക്കെയാണ് അവൻ്റെ മെയിൻ വിനോദം. പിന്നെ ഞങ്ങളെ കുറച്ചൊരു വിശ്വാസക്കുറവുണ്ട്. അപ്പം നമ്മൾ അവൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ച് നമ്മുടെ ബാക്കിലേ അവനിപ്പോൾ നടക്കാറുള്ളൂ. എനിക്ക് താളി തേക്കാനുള്ള ചെമ്പരുത്തി ഇല പറിക്കുന്ന അതിൽ നാട്ടിൽ വന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. അവിടെ നിന്ന് എൻ്റെ താളിയില്ല അതില്. പക്ഷെ ചെമ്പരുത്തി കുറവാ, മൊത്തത്തിൽ ഉണങ്ങി പോയിട്ടുണ്ട് വെയിൽ കാരണം. ഇന്ന് കുറച്ച് വെയിൽ കുറവുണ്ട്. ഇനി താളി പറിച്ച് ചെമ്പരുത്തി പറിച്ച് താളി ഉണ്ടാക്കി കുളിച്ചിട്ട് വരാം. ഒരുപക്ഷെ വീട് കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് സ്ഥലമായിരിക്കും ഫിഷ് ഹാർബർ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഹാർബറിൽ പോവുക, മീൻ മേടിക്കുക, മീൻ കാണുക, തിരിച്ചു വരിക എന്നൊക്കെ ഉള്ളത്. കടപ്പുറത്തുനിന്ന് ചെമ്മീൻ എടുക്കുമ്പോൾ പിടയ്ക്കുന്നു ജീവനുള്ള ചെമ്മീൻ. പക്ഷേ അത് അപ്പോഴത്തേക്കും അവർ 500 പറഞ്ഞു, ഞങ്ങൾ 250 പറഞ്ഞു. 350 വേറൊരാൾ വാങ്ങിപ്പോയി. നമ്മൾ എത്രയൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയാലും എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പം അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോവുക. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ചൂടായിരുന്നല്ലോ. ചൂട് കൊണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പാത്രം ശരിക്കും ഈ ഒരു പാത്രം ഫുൾ പാത്രം തീർത്തു. നിങ്ങൾക്ക് കുറച്ച് തരും. അല്ല ഇവിടെ ഉണ്ടായതാണോ? ഇവിടുത്തെ ഞാൻ കൊടുത്തു ഒരു പീസ് ഞാൻ കൊടുത്തിട്ട്. പക്ഷേ ഇപ്രാവശ്യം മാങ്ങ കുറവാ, ഭയങ്കര കുറവാണ്. കഴിഞ്ഞ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഒട്ടുമില്ല. ഹായ് ഗൈസ്, ദിസ് ഈസ് ഡേ നമ്പർ 5 ഇടുന്നു. എത്രയാമത്തെയോ ഡേ അറ്റ് ഹോം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് പാലൂട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആക്ച്വലി അതിലൊക്കെ വന്ന സമയത്ത് ഇവരുടെ സ്ഥിരം സങ്കേതമായിരുന്നു. ഫുഡ് ഐസ്ക്രീമൊക്കെ എന്നെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ മാത്രമല്ല എനിക്ക് ജലദോഷമാണ്, നല്ല ചുമയുണ്ട്. എന്നാലും നമ്മളൊരു ഐസ്ക്രീം കഴിച്ച് നോക്കാന്ന് വിചാരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ ഡാഫഡിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റിന്റെ ഒരു സാധനം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ അതില്ല, അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഡാഫഡിൽ ഓർഡർ ചെയ്തു. ഇതിനകത്ത് ഡാഫഡിൽ ഓർഡർ ചെയ്തു. വെയിറ്റിംഗ് ആണ്, വന്നിട്ട് പറയാം എങ്ങനെ ഉണ്ടാവും. റൈസ് അപ്പം നമ്മൾ കഴിക്കാൻ പോവാണ്. എനിക്ക് വാനില ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ. അപ്പോൾ ഇതിൽ വാനില ഉണ്ട്. നീ ആദ്യമായിട്ടല്ലേ പാലുതയിലേക്ക് വരുന്നത്? ഇവിടെ ഇല്ലാത്ത സമയത്ത് നമ്മളുടെ ഒരു സ്ഥിരം സങ്കേതമായിരുന്നു പാലുത. പുട്ട് ഐസ്ക്രീം കഴിച്ചവന് കയ്യും കണക്കുമില്ല. പക്ഷെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്കിനി പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്യാം. നല്ല കട്ടി കേട്ടോ. ഇതിന് 240 200 ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാലൂടെ എല്ലാം അടുത്ത സാധനം ഓർഡർ ചെയ്തിരിക്കുകയാണ്. പാനിപ്പൂരി മൊത്തം വയ്ക്കണോ? മൊത്തം കഴിച്ചോ, ഫുൾ കഴിച്ചോ. കുത്തും ഇത് വയ്ക്കണോ? അത് വേണമെന്നില്ല, നിർബന്ധമില്ല. ഉത്സവത്തിന് പോയാൽ അത്രയും അടിപൊളിയല്ല. നോട്ട് ബാഡ്. ഇനിയാണ് മെയിൻ കാര്യം. നമ്മൾ നാട്ടിൽ പോയത് തന്നെ ഇവരുടെ കല്യാണം കൊണ്ടിട്ടാണ്. ചാരുവിൻ്റെയും സായുജിൻ്റെയും അവരുടെ കല്യാണത്തിന് മുന്നേ ഉള്ള ബ്രൈഡൽ ഷവറാണ്. നമ്മൾ ചെറിയ രീതിയിൽ എല്ലാവരും കൂടെ കൂടിയൊരു ഫംഗ്ഷൻ നടത്തിയിരുന്നു. അപ്പോൾ അന്ന് ഫുൾ ആഘോഷമായിരുന്നു. നമ്മൾ എനിക്ക് തോന്നുന്ന സൂചിയിൽ നൂല് കോർക്കുക, ടങ് ട്വിസ്റ്റർ, കടങ്കഥ, കുസൃതി ചോദ്യം, അങ്ങനത്തെ ഫുൾ ആഘോഷങ്ങളും. പിന്നെ അത് കഴിഞ്ഞിട്ട് ദീപാവലി പോലെയായിരുന്നു, ഒരു മത്താപ്പും കമ്പിത്തിരിയും, അങ്ങനെ ഒരു ആഘോഷം തന്നെയായിരുന്നു. ഭയങ്കര നല്ല ടൈമായിരുന്നു ഇത്. ഇപ്പോൾ ആക്ച്വലി എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണല്ലോ. അപ്പോൾ ആ സമയമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും അടിപൊളി പീരീഡ്.
നോക്കി